ആനപ്പേടിയിൽ ജീവിതം തന്നെ താറുമാറായ ഒരു ഗ്രാമമുണ്ട് പെരുമ്പാവൂരിൽ. വീട്ടിമുകൾ എന്ന ഗ്രാമം അക്ഷരാർത്ഥത്തിൽ ആനയുടെ വിഹാര കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. വീട്ടിമുകളിലെ വഴിയിൽ വെച്ച് കഴിഞ്ഞയാഴ്ച ആന ആക്രമിച്ച ശിവൻ ഇപ്പോഴും ആശുപത്രിയിലാണ്. ഇന്നലെ ആന വന്ന് മറിച്ചിട്ടേക്കുന്നതാണ് ഈ അടയ്ക്കാമരൊക്കെ കാണുന്നതൊക്കെ. അപ്പോൾ പിന്നെ നമ്മൾ ഒരു 4 ദിവസം മുമ്പ് ശിവൻ എന്ന് പറഞ്ഞ ചേട്ടൻ കാല് ആന ഈ റോട്ടിൽ കൂടെ വന്നപ്പോഴാണ് ഈ വഴി വന്നപ്പോഴാണ് കാല് ആന ബാക്കിൽ നിന്ന് വന്ന് ചവിട്ടി ഒഴിച്ചത്. അദ്ദേഹത്തിന്റെ വീടാണ് ഈ കാണുന്നത്. ഇപ്പൊ ഇവിടെ ആരുമില്ലേ? ഇപ്പൊ ഇവിടെ ആരുമില്ല, എല്ലാവരും ഹോസ്പിറ്റലാണ്. അത് മാത്രമല്ല ഇന്നലെ രാത്രി പുള്ളിയുടെ വീട്ടിലും ആന വന്നായിരുന്നു. വൈകിട്ട് വീട്ടിലേക്ക് നടന്ന് വരുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ശിവൻ ചേട്ടനെ ആന ആക്രമിച്ചത്. കാലൊടിഞ്ഞു പോയില്ലേ? കാലിന്റെ ഇവിടെ വെച്ചിട്ട് രണ്ടായിട്ട് ഒടിഞ്ഞു പോയി. നിങ്ങളല്ലേ കണ്ടത്? ഞാനാണ് കണ്ടത്. ഞാനും അമ്മയും കൂടി ബുള്ളറ്റിൽ വരികയായിരുന്നു. അപ്പോൾ എടാ അവിടെ ആനയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ബുള്ളറ്റ് നിർത്തിയപ്പോഴേക്കും ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കയറ്റത്തിന്റെ ബാക്കിൽ നിന്ന് ശിവൻ ചേട്ടനെ ആന ബാക്കിൽ ഓടിച്ചുകൊണ്ട് വരികയായിരുന്നു. അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു ആന ചട്ടി എടുത്തു. ഞാനും അമ്മയും എനിക്ക് പിന്നെ വണ്ടി സ്റ്റാർട്ടാക്കാനുള്ള ടൈം കിട്ടിയില്ല. ഞാനും അമ്മയും മുമ്പിലേക്ക് ഓടി. അപ്പം തന്നെ ബാക്കിൽ നിന്ന് ഈ ശിവൻ ചേട്ടൻ്റെ കരച്ചിൽ ഞാൻ കേട്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്കത് നിൽക്കാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മിനിറ്റ് നിന്ന് കഴിഞ്ഞാൽ എന്നെ ആക്രമിക്കുമെന്ന് തോന്നിയതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഞാൻ ശിവൻ ചേട്ടൻ്റെ അത് കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ആന ശിവൻ ചേട്ടൻ്റെ കാലൊടിഞ്ഞിട്ട് ശിവൻ ചേട്ടൻ്റെ റോഡിൽ കിടക്കുന്നു. ആന ശിവൻ ചേട്ടനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ അവിടേക്ക് പോകാനും പറ്റില്ല. ആന വേറെ ശബ്ദം കേൾപ്പിച്ച് ഇങ്ങനെ കുറുക്കിക്കൊണ്ട് അവിടെ നിൽക്കുക. കണ്ണക്കടയിലും പാണിയിലും ക്രോസ് ബാർ വെച്ചേക്കുന്നതുകൊണ്ട് നമുക്ക് വേറൊരു വണ്ടി വിളിക്കാനുള്ള നിർവാഹമില്ല. കാരണം 6-6.5 അടി പൊക്കത്തിലാണ് ഈ ക്രോസ് ബാർ വെച്ചേക്കുന്നത്. കാറൊക്കെ വരുന്ന ഈ റോഡ് ഭയങ്കര മോശമാണ്. ഇവിടെ ആളുകൾക്ക് ജീവിക്കാൻ കഴിയുന്നില്ല എന്ന് ഓരോ വീട്ടിലെയും എല്ലാവരും പറയുന്നു. ആന ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. എല്ലാ ദിവസവും ആനകൾ സന്ധ്യ ആകുമ്പോൾ വരാ, ഒരു രക്ഷയില്ല. അതുപോലെ പിള്ളേർക്ക് പഠിക്കാൻ പോലും ഭയങ്കര പാടാ. പെണ്ണുങ്ങളും പിള്ളേരും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടില്ലാണ് ഇപ്പൊ ജീവിക്കുന്നത് തന്നെ. എല്ലാവരും ഇപ്പൊ ആദ്യമൊക്കെ 5 മണി കഴിഞ്ഞ 6 മണി 7 മണിയൊക്കെ ആയിട്ടാണ് പണി കഴിഞ്ഞ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ എല്ലാവരും മാക്സിമം 5:30-6 മണി ആകുമ്പോഴത്തേനും വീട്ടിൽ കയറിക്കൊണ്ടിരിക്കുക പഠിക്ക് വേണ്ടത്. എൻ്റെ കൊച്ചൊക്കെ പോണത് കോട്ടപ്പടിക്കാ പഠിക്കാൻ പോണേ. അത് മാക്സിമം 2 കിലോമീറ്റർ നടന്നാണ് കണ്ണക്കട ചെന്നാലാണ് വണ്ടി കയറി വരലായിരുന്നു. ഇപ്പോഴും വണ്ടി വന്നില്ല. ആനശല്യം കൂടിയപ്പോൾ വണ്ടി വന്നില്ല. സർക്കാർ കാണണം, ഇവിടെ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, കർഷകർക്ക് കൃഷി സാധ്യമാവുന്നില്ല, പണിക്ക് പോകുന്ന ആളുകൾ സ്ത്രീകളൊക്കെ വല്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. ഇതാണ് ഈ നാട്ടിലെ കാടിനോട് ചേർന്ന സ്ഥലങ്ങളിൽ ജീവിക്കുന്ന ആളുകളുടെ അവസ്ഥ. ഇവിടുന്ന് മാറി താമസിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ അതിനുള്ള സാമ്പത്തികം ഞങ്ങൾക്കില്ല. അപ്പോൾ സർക്കാർ ദയവ് ചെയ്ത് ഞങ്ങളുടെ അവസ്ഥ കാണണം. ഇത് എത്രയും പെട്ടെന്ന് പരിഹരിക്കണം എന്നാണ് പറയാനുള്ളത്. ഇത് വിജയൻ്റെ വീടാണ്. ഇതേപോലെ ഷൈജു തുടങ്ങി നിരവധി ആളുകളാണ് ഇവിടെ വീട് ഉപേക്ഷിച്ച് മറ്റിടങ്ങളിലേക്ക് പോകുന്നത്. പലരും വാടകയ്ക്കാണ് താമസിക്കുന്നത്. കയ്യിൽ പൈസയൊന്നുള്ള ആളുകളല്ല. പക്ഷേ ആന ചവിട്ടി മരിക്കുന്നതിലും നല്ലത് പുറത്തു പോയി കുറച്ച് പൈസ ചിലവായാലും ജീവിക്കാം എന്നാണ് ആളുകൾ കരുതുന്നത്. ഇവിടെ ഒരുപാട് കാലമായോ? 48 വർഷമായി വളരെ സ്ഥലം മേടിച്ച് പരാജയം താമസിക്കും. അപ്പോൾ ആന ശല്യം എപ്പാ തുടങ്ങിയത്? ഇപ്പോൾ ഒരു 11 വർഷമായുള്ളൂ ആണല്ലേ ആന ശല്യം തുടങ്ങിയിട്ടു. ഇന്നലെ അവിടെയൊക്കെ ഒന്ന് ആകെ നാശാക്കിയിട്ടുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ജീവിക്കാൻ രക്ഷയില്ല അവസ്ഥയെ. ഇത് എഴുതി കൊടുക്കാൻ പറഞ്ഞ് ഫോറസ്റ്റുകാരനെ ഒന്ന് എഴുതി കൊടുത്തു. എഴുതി കൊടുത്തിട്ട് 2.5 വർഷമായി ഒരു നടപടിയില്ല. എന്നും വൈകുന്നേരം ഞങ്ങളുടെ പറമ്പിൽ ആനയാണ്. ഒരു ദിവസം പോലും ഇല്ലാത്ത ദിവസമില്ല. ഇന്നലെയൊക്കെ ഉണ്ടായിരുന്നു ആന. ഇതിലേ ഇറന്നു പോകുന്നേ. ഈ മിനിറ്റോളം അങ്ങനെ ഇറന്നു പോകും. അതാ ഞാൻ കമ്പ്യൂട്ടർ ചെയ്യാനാണല്ലോ. ആ കമ്പ്യൂട്ടർ ചെയ്യണം ഇങ്ങോട്ട് കടന്നു വരാൻ വേണ്ടിയാ. എന്നാലും ആന കടന്നു പോകും. അങ്ങനെയല്ലേ? കൃഷിയൊക്കെ നശിപ്പിക്കാം. കൃഷിയൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതാണ് ഈ നാട്ടുകാരുടെ ജീവിതം. അവർക്ക് സമാധാനത്തോടെ ഒരു ദിവസം കിടന്നുറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയുണ്ട്. ഇത് നിങ്ങളൊന്ന് കാണൂ, പരിഹരിക്കൂ എന്ന് ഈ ജനം സർക്കാരിനോട് ആവശ്യപ്പെടുന്നു. വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.